ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കീ ഡെവലപ്മെന്റ്സ് ആണ് നോക്കുന്നത്. നമ്മൾ ഇന്നലെ തന്നെ സബ്മറൈൻ്റെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ കൂടുതൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പലതരത്തിലുള്ള നടപടികൾ എടുക്കുന്നതായിട്ടുള്ള വാർത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ നെക്സ്റ്റ് ലെവൽ എന്നുള്ള നിലയിൽ 70,000 കോടി ഇന്ത്യൻ മണി ബഡ്ജറ്റിൽ വകയിരുത്തി മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡർ കമ്പനിയുമായിട്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്, ഈ കമ്പനിയെ ഏൽപ്പിച്ച് ജർമ്മനിയുടെ ടൈസൺ ക്രപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് 6 സബ്മറൈൻ ബിൽഡ് ചെയ്യാനുള്ള കോൺട്രാക്ട് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇത് പണ്ട് തന്നെ ഇത് സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു കോൺട്രാക്ട് ആണ്. അതിലേക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഫണ്ട് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലിയറൻസിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 70,000 കോടി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ പ്രോജക്ട് 75 എന്ന് വിളിക്കപ്പെടുന്ന P75I എന്നാണ് ഈ ഒരു പ്രോജക്റ്റിനെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത്. അപ്പൊ ആ പേരിൽ അറിയപ്പെടുന്നതാണ് ടൈസൺ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനിയുമായിട്ട് ടൈപ്പ് വെച്ചിട്ട് ഇന്ത്യൻ കമ്പനി ഞാൻ പറഞ്ഞല്ലോ, അതാണ് കമ്പനി. മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പൊ ഈ കമ്പനി ത്രൂ ആണ് ഇന്ത്യക്കുള്ളിൽ ഈ പ്രോജക്റ്റ് നടപ്പിലാകുന്നത്. അതായത് നമ്മൾ ഈ ഒരു സബ്മറൈന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചൈന ഏറ്റവും കൂടുതൽ സബ്മറൈൻസ് പാകിസ്ഥാന് നൽകിക്കൊണ്ട് അവരെ ബൂസ്റ്റ് ചെയ്യാണ് ആ മേഖലയിൽ. ശരിക്കും നമുക്ക് അതിനെ കൗണ്ടർ മെഷർ എടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്ര എഫക്റ്റീവ് ആയിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഏതാണ്ട് 1.5 വർഷത്തിന് മുമ്പ് തന്നെ ഈ ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചതാണ്. ഇതുവരെ ഇതിന്റെ ഫണ്ടും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്രയും ഡിലേ കാണിച്ചത് തന്നെ വളരെ മോശമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ എന്തിനാണ് ചൈന പാകിസ്ഥാന് സബ്മറൈൻ കൊടുക്കുന്നവരെ കാത്തിരിക്കേണ്ടത്? നമുക്ക് അതിന് മുമ്പ് തന്നെ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൂടായിരുന്നു. ടൈസൺ ഗ്രൂപ്പിന്റെ ആദ്യത്തെ ഒരു പ്രസ് റിപ്പോർട്ടൊക്കെ ഞാൻ വായിച്ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പാണ്. എനിവേ ഇപ്പോഴെങ്കിലും ആ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് നീങ്ങിയതിൽ ഇച്ചിരി ഹാപ്പിയാണ്. പിന്നെ ഇന്ത്യക്കുള്ളിൽ ഒരു ചെറിയ ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ GE കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ടെൻഷനാണ്. കാരണം അവർ എല്ലാ മാസവും 2 എഞ്ചിൻ വെച്ച് തരാമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളുടെ തേജാസ് MK ഫൈറ്റർ ജെറ്റിന് വേണ്ടിയിട്ട് 2 എഞ്ചിൻ തന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുവരെ ബാക്കിയുള്ള എഞ്ചിനുകളെ കുറിച്ചുള്ള ഒരു മിണ്ടാട്ടം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയുമായിട്ട് നടക്കുന്ന ഈ ഒരു താരിഫ് വാർ. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ തന്നെ GE എഞ്ചിൻ ഇന്ത്യക്കുള്ളിൽ എത്തുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുകയാണ്. വ്യക്തമായ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഓഗസ്റ്റിൽ ഇന്ത്യയിലേക്ക് എത്തിക്കേണ്ട 2 എഞ്ചിനെ കുറിച്ച് യാതൊരു വിവരമില്ല ഇതുവരെ. ഓഗസ്റ്റ് ഇത് തീരാൻ പോകുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ത്യ ഒരുപക്ഷെ ഈ ഒരു കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്ന് വരെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡ്രോബാക്സ് ഇന്ത്യക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇൻഡിജീനിയസ് ആയിട്ട് എയർക്രാഫ്റ്റ് ഉത്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്ട് തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന് ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഈ ഒരു GE എഞ്ചിനാണ്. കാവേരി എഞ്ചിനാണെങ്കിൽ നമ്മൾ ഒരുപാട് പരീക്ഷണം നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ ത്രസ്റ്റിൽ ഇതുവരെ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ത്രസ്റ്റിന്റെ പരീക്ഷണമാണ് നമ്മൾ മാറി മാറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യയിൽ വിട്ടിട്ടാണ് നമ്മൾ ഈ ത്രസ്റ്റ് പരീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ വിജയകരമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇൻഡിജീനിയസ് ആയിട്ട് ഇപ്പൊ GE എഞ്ചിന് ക്യാൻസൽ ചെയ്തതിന് നമുക്ക് റീപ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഇന്ത്യ നേരിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്യാനും വയ്യ, എന്നാൽ ഇതൊട്ട് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതാണ് റിയാലിറ്റി. ബാംഗ്ലൂർ ബേസ്ഡ് സാൻലേ എന്ന് പറഞ്ഞ കമ്പനി. ഈ കമ്പനി എന്താണ് ഇവരുടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടി ബാൻഡ് ജാമിംഗ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് UAV അൺമാൻഡ് എയറിയൽ വെഹിക്കിളിനെ അടിച്ചിടാനുള്ള രീതിയിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ശരിക്കും ഈ ഡ്രോണുകളെ തച്ച് തകർക്കാനുള്ള സെറ്റപ്പാണ് ഇവർ റെഡിയാക്കിയിരിക്കുന്നത്. ഇതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഈ സൺലേ എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഫോർവേഡ് ഗ്രോയിങ് കമ്പനിയാണ് ഇപ്പം നിലവിൽ ബാംഗ്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന കമ്പനി. ഇത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയാണ്, ഫുൾ ആൻഡ് ഫുൾ ഇൻഡിജിനിയസ്. ഇത് കംപ്ലീറ്റ്ലി ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ചെടുത്ത ഒരു ടെക്നോളജിയാണ്. ആ ടെക്നോളജി ത്രൂ ആണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് ഒരുപാട് ഫ്യൂച്ചർ ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അപ്കമിങ് ഇലക്ട്രോണിക് വാർഫെയർ നമ്മൾ കാണുന്നുണ്ടല്ലോ, റഷ്യ ഉക്രൈനിൽ എന്താണ് സംഭവിക്കുന്നത്. ഡ്രോണുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇനി ഈ മോഡേൺ വാർഫെയറിൽ ഡ്രോണുകളും അതേപോലെ റോബോട്ടിക് ട്രൂപ്സ് ഒക്കെയാണ് ഇനി ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ചൈനയൊക്കെ അതിനകത്ത് ഒരുപാട് അഡ്വാൻസ്മെന്റ് ഡെവലപ്മെന്റുകളൊക്കെ നടത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് ഈ ഒരു കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്നത്, ഈ ഒരു പ്രോഡക്റ്റിനും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ എന്തായാലും അത് അവർ പരീക്ഷണത്തിന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനിപ്പോ ഇന്ത്യൻ ആർമി, DRDO ഇവരൊക്കെ ഇനി വെരിഫൈ ചെയ്യണം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അപ്രൂവൽ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനാണ്. പിന്നെ 2 ദിവസമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ബന്ധം എന്നുള്ള നിലയിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ടിക്ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഏതാണ്ട് 49-50ഓളം ചൈനീസ് ആപ്പുകൾ, ഇന്ത്യ നിരോധിച്ചിരുന്ന ആപ്പുകളെല്ലാം തന്നെ വീണ്ടും ഇന്ത്യക്കുള്ളിൽ പെർമിറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത. ഇത് ഫേക്ക് ന്യൂസ് ആണ്. ഇത് ഫേക്ക് ന്യൂസ് എന്നാണ് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ടിക്ടോക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ആവുമായിരിക്കും. ആപ്പ് ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല.
അപ്പൊ അതുകൊണ്ട് ഇതുവരെ ഇന്ത്യൻ ഗവൺമെന്റ് ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇന്ത്യക്കുള്ളിൽ ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. ഗവൺമെന്റിൽ നിന്നും ഒഫീഷ്യലായിട്ട് ഒരു രീതിയിലുള്ള പ്രസ്താവനകളോ ഇതിനെ ചൊല്ലിയുള്ള റിപ്പോർട്ടുകളോ എവിടെ ഇങ്ങനെ വന്നിട്ടില്ല. ഇതൊക്കെ തന്നെ മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. ഒരുപക്ഷെ ചൈനയുടെ തന്നെ ആവാം, ചൈന തന്നെ അടിച്ചിറക്കുന്നതാവാം. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു ടെക് മാർക്കറ്റാണ്, അത് ആദ്യം മനസ്സിലാക്കിക്കോണം. ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ആപ്പ് നിരോധിച്ചത് കൊണ്ട് ആർക്കാണ് ഗുണം? ഇൻസ്റ്റാഗ്രാം, മെറ്റ, ഫേസ്ബുക്ക് ഇതേപോലത്തെ കമ്പനികൾക്കാണ് ഇതിൽ ഗുണമുണ്ടായത്. ഷോർട്സ് ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഗുണമുണ്ടാകുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു ഭീമമായ മാർക്കറ്റാണ്. അപ്പൊ ഈ 140 കോടി ജനങ്ങളുള്ള ഈ മാർക്കറ്റിലേക്ക് ഇവർക്ക് വേറെ കോമ്പറ്റീറ്റർ ഇല്ല, പ്രത്യേകിച്ച് ടിക്ടോക്ക് ഇല്ല. ഇപ്പൊ നിങ്ങൾ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും മറ്റുള്ള ഏത് മേഖല നോക്കിയാലും അതൊക്കെ തന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് ആണ്. പക്ഷേ ടിക്ടോക്ക് ചൈനീസ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ റവന്യൂ വേറൊരു രാജ്യത്തിന് പോകുന്നില്ല. ഷോർട്സ് ആയാലും റീൽസ് ആയാലും അത് രണ്ടും തന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിളിന്റെ കമ്പനിക്ക് പോവാണ് അതിന്റെ റവന്യൂ. അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞ മാർക്കറ്റ് വളരെയധികം ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയ്ക്കാണ്. ബില്യൺ കണക്കിൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ഈ ഞാൻ പറഞ്ഞ രണ്ടും. ഇന്ത്യക്കുള്ളിൽ ടിക്ടോക്ക് ഓപ്പൺ ചെയ്യുന്നതിൽ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ കുറച്ച് വിഷമം ഉണ്ടാവും. പക്ഷേ ഇന്ത്യ അതിനെക്കുറിച്ച് ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ചൈനീസ് അജണ്ടയാണ് ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ ഒരു ഫേക്ക് നറേറ്റീവ് സൃഷ്ടിച്ചിട്ട്, അതായത് റീതിങ്കിങ്, അത് ചില മാധ്യമ പ്രൊപ്പഗണ്ട ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ ചൈനയ്ക്ക് ഒരു കാര്യം ഇന്ത്യക്കുള്ളിൽ നടത്തണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? 2-3 ഇൻഫ്ലുവൻസേഴ്സിന് സ്പോൺസർ ചെയ്തിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ വാർത്തകൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യിപ്പിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതുവരെ സംസാര വിഷയമാവാത്ത ചില വിഷയങ്ങൾ തീർച്ചയായിട്ടും ഡിപ്ലോമാറ്റിക് ടോക്കിൽ ടിക്ടോക്കിനെ കുറിച്ചൊന്നും ആരും സംസാരിക്കാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയേണ്ട ചില വിഷയങ്ങൾ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്പ്രെഡ് ആവും. അങ്ങനെ സ്പ്രെഡ് ആകുമ്പോഴത്തേക്കും ഇത് ചർച്ചയ്ക്ക് വരും. അപ്പൊ ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് ഏതെങ്കിലും രീതിയിൽ റീകൺസിഡർ ചെയ്യുന്നുണ്ടോ, ഓപ്പൺ ചെയ്യാനുള്ള തോട്ട് പ്രോസസ് ഉണ്ടോ, ഇതൊക്കെ അറിയാൻ പറ്റും. പക്ഷെ ഇതുവരെ ഗവൺമെന്റ് ഇതിനെക്കുറിച്ചുള്ള ഒരു റെസ്പോൺസും പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ അങ്ങനെ ഒരു സംഭവമേ ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇതിപ്പോൾ ഒരു സൂചന തന്നെയാണ്. ഗവൺമെന്റിന് ഇപ്പൊ ഇതിനെക്കുറിച്ച് റീതിങ്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ, ഒരു ഇൻപുട്ടാണ് ഇപ്പം ഇട്ടുകൊടുത്തിരിക്കുന്നത്. കാരണം നമ്മളൊരു ആപ്പ് ബാൻ ചെയ്യുന്നതിന് ഒരുപാട് റീസൺ ഉണ്ടായിരുന്നു. ഇതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഡേറ്റ ചോർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് അവർ തന്ത്രപരമായി ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഒരു കൺസോളിഡേഷൻ ഉണ്ടായാൽ മാത്രമാണ് ടിക്ടോക്ക് ഒക്കെ ഇവിടെ റീലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്ത പക്ഷത്തിൽ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്ന് നേരത്തെ എടുത്ത തീരുമാനം തെറ്റാണ് എന്ന് നമ്മൾ തന്നെ അംഗീകരിക്കുന്നതിന് തുല്യമാവും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇതിലേക്ക് ഒരുപാട് ആലോചിച്ചിട്ടേ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെയാണ്, ചൈനയുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്തുക, അല്ലാതെ ചൈനയുമായിട്ട് ഒരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് അല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓപ്പൺ എഐയുടെ സിഇഒ സാം ആൽറ്റ്മന് ഏറ്റവും കൂടുതൽ യൂസർ ഉള്ളത് ഇന്ത്യയിലാണ്. ഉറപ്പ്, തീർച്ചയായിട്ടും പോപ്പുലേഷൻ ഇന്ത്യയിലാണല്ലോ. സാം ആൽറ്റ്മൻ സെപ്റ്റംബറിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ChatGPTയുടെ ഒരു ഓഫീസ് ഇന്ത്യക്കുള്ളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് ഒരു ഫോറിൻ കമ്പനി, IT കമ്പനി ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ഇവിടെ അവരുടെ ഓഫീസ് ലോഞ്ച് ചെയ്യണമെന്ന് പറയുകയാണ്. അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, അമേരിക്കയിൽ തൽക്കാലം നടന്നുകൊണ്ടിരിക്കുന്ന അൺസർട്ടനിറ്റി, ട്രംപ് ഒരുപക്ഷെ ഇന്ത്യൻ IT ടെക്കുകളെ ടാർഗറ്റ് ചെയ്തേക്കാം. അങ്ങനെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഗ്ലോബലി തന്നെ വേറൊരു ഓഫീസ് ആവശ്യമുണ്ട്. അതിനവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും അനുയോജ്യമായിട്ടും ഉള്ളൊരു സ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയാണ്. ChatGPT ഇന്ത്യൻ സ്റ്റുഡൻസ് ആണ്, ഇന്ത്യൻ യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് 2 ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രസ്താവന പറഞ്ഞത് 2 ആഴ്ച ആയിട്ടുള്ളൂ. സാം ആൽറ്റ്മൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബറിൽ ഇന്ത്യ വിസിറ്റ് ചെയ്യും. അത് ChatGPTയുടെ ഓഫീസ് ഓപ്പൺ ചെയ്യാനാണ്, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അതായത് ഇങ്ങനെ പുറം രാജ്യത്തുള്ള കമ്പനികൾ ഇങ്ങനെ മാറി ചിന്തിക്കുമ്പോൾ ഇന്ത്യക്കാർ തുടങ്ങുന്ന എത്രയോ സ്റ്റാർട്ടപ്പുകൾ അമേരിക്കയിൽ കിടന്ന് കഴിയുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഇന്ത്യക്കുള്ളിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെന്ന് തീരുമാനിക്കണം. ഇന്ത്യൻ ഡയസ്പൊറ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ഡയസ്പൊറ, ഇന്ത്യക്ക് ഒരുപാട് ഡയസ്പൊറ കൗൺസിലുകൾ, ഇന്ത്യക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ, സംഘടനകളൊക്കെ ഉണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. ഇവരൊക്കെ അമേരിക്കയുടെ ഉള്ളിൽ സിലിക്കൺ വാലിയിൽ ഇരിക്കുന്ന ഓരോ കമ്പനികളുടെ ബ്രാഞ്ച് ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരണം. ഈ ടെക്കുകളെ ഇന്ത്യയിൽ വെച്ചും പണിയെടുപ്പിക്കാൻ പറ്റും. കമ്പാരിറ്റീവ്ലി ഇപ്പൊ അമേരിക്കയ്ക്ക് പോയി അവർ ലൈഫ് സ്റ്റൈലോട് ഒത്ത് അത്രമാത്രം ഡോളറും പേ ചെയ്ത്, സാലറി പേ ചെയ്ത് എക്സ്പെൻസസും ആവത്തില്ല. കോസ്റ്റ് എഫക്റ്റീവായിട്ട് സോഫ്റ്റ്വെയർ കമ്പനികൾക്ക് ടെക്കുകളെ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഇന്ത്യക്കുള്ളിൽ. ഈ രീതിയിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള US സിറ്റിസൻസിന്റെ കമ്പനികളൊക്കെ ഒരുപാടുണ്ട് സിലിക്കൺ വാലിയിൽ. അവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഒരു രാജ്യത്തിന്റെ കീഴിൽ തന്നെ ഇരുന്നുകൊണ്ട് അവര് ഡിക്റ്റേറ്റർഷിപ്പ് ഇട്ട് കമ്പനികളെയെല്ലാം ഇങ്ങനെ ഞെരുക്കുന്ന അവസ്ഥയിൽ കൊണ്ട് എത്തിക്കുമ്പോഴത്തേക്കും ഒരു ബ്രീതിങ് എടുത്ത് റിലാക്സ് ചെയ്യാൻ നിങ്ങൾക്ക് മറ്റൊരു രാജ്യം, മറ്റൊരു സ്പേസ് ആവശ്യമാണ്. ആ സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ആയി കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഇവിടെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിച്ചിറങ്ങുന്നത് ഈ ടെക് ഫീൽഡിൽ. ട്രംപിന്റെ വിശ്വസ്തൻ എന്നുള്ള പേരിൽ സെർജിയോ ഗോർ എന്ന് പറഞ്ഞ വ്യക്തി, 2020 ട്രംപും ഇയാളും തമ്മിൽ മീറ്റ് ചെയ്യുന്നത്.
അതിനുശേഷം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് ട്രംപിനോടൊപ്പം ഉണ്ട് ഈ വ്യക്തി. ഇയാളെയാണ് ഇന്ത്യയിലെ US അംബാസിഡറായിട്ട് നിയമിച്ചിരിക്കുന്നത് ട്രംപ് ഭരണത്തിൽ വന്നിട്ട് ഇതുവരെ ഇന്ത്യൻ അംബാസിഡറായി തീരുമാനിച്ചിട്ടില്ലായിരുന്നു. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഈ സെർജിയോ ഗോർനാണ്. പുള്ളിയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഞാൻ നമ്മളുടെ ഇൻസൈറ്റ്സ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ആ ചാനലിലേക്ക് ഒന്ന് പോയി നോക്കിയാൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിൽ വെച്ചേക്കാം. അംബാസിഡർ വിനയ് കൗത്ര, അതായത് ഇന്ത്യൻ അംബാസിഡർ, അമേരിക്കയിലുള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ പുള്ളിയെ ഈ US-ന്റെ ലോ മേക്കേഴ്സ്, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള ആൾക്കാർ തുടരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാരുടെ പേര് ഇവിടെ പറയുന്നുണ്ട്. അംബാസിഡറുടെ പേര് വിനയ് മോഹൻ കൗത്ര എന്നാണ്. ഇന്ത്യക്ക് മുകളിൽ ട്രംപ് 50% താരിഫ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയെങ്കിലും ഞങ്ങൾ ശരിയാക്കി തരാം, അതിന് ഇന്ത്യ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, അമേരിക്ക ഇടുന്ന എണ്ണ മേടിക്കണം ഇന്ത്യ. റഷ്യയുടെ ഓയിൽ ഗണ്യമായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ട് അമേരിക്കയുടെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ കൗത്ര പറയുന്നത് ഭയങ്കര പ്രഷറാണെന്നാണ് പറയുന്നത്. അമേരിക്കയുടെ സൈഡിൽ നിന്നും ഭയങ്കര പ്രഷർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ അവർ കാല് പിടിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ നമ്മളങ്ങനെ പറയുന്നില്ല. അതൊരു ഡീസൻ്റ് അല്ല. കാരണം ഇതൊരു ഡിപ്ലോമാറ്റിക് ചാനലാണ്. കാരണം നമ്മളുടെ കൗൺസിലേറ്റ് അപ്രോച്ച് ചെയ്യുക, നമ്മളുടെ അംബാസിഡറുടെ അടുത്ത് സംസാരിക്കുക, ഇതൊക്കെ തന്നെ പ്രോപ്പർ അപ്രോച്ചാണ്. അതേസമയം നിങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയയിൽ ട്രൂത്തിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ പറയും കാല് പിടിക്കുന്നതാണെന്ന്. അപ്പൊ മനസ്സിലായില്ലേ എന്താണ് കാലുപിടി, എന്താണ് പ്രോപ്പർ ചാനൽ. ഇപ്പൊ അമേരിക്ക പ്രോപ്പർ ചാനലിലൂടെയാണ് ഇപ്പൊ അപ്രോച്ച് ചെയ്യുന്നത്. അവർ നമ്മളുടെ കൗൺസിലേറ്റിൽ നമ്മളുടെ അംബാസിഡറുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ കടുത്ത പ്രഷർ, സമ്മർദ്ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വിനയ് മോഹൻ കൗത്ര. നമ്മളുടെ എനർജിയുടെ നീഡ് എന്താണ്, നമ്മളുടെ എനർജിയുടെ ബുദ്ധിമുട്ട് എന്താണ്, നമ്മുടെ പ്രയാസങ്ങൾ എന്താണ്, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പുള്ളി ധരിപ്പിച്ചിട്ടുണ്ട്. ഈ സംസാരിക്കാൻ വന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവത്ര ഹെൽഡ് ഡിസ്കഷൻ വിത്ത് റെപ്രസെന്റേറ്റീവ് സച്ചസ് ക്ലൗഡിയ ടെന്നി, ജോഷ് കോത്തൈമർ, സെനറ്റർ ജോൺ കോർനെ, കോൺഗ്രസ്മാൻ ആൻഡി ബാർ. അപ്പൊ ഇവരെല്ലാവരും തന്നെ ഇത്രയും ആൾക്കാരാണ് വന്ന് സംസാരിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയും ആൾക്കാരും ഈ ലോ മേക്കേഴ്സ് ആണ്. അപ്പൊ അവരെന്താണ് പറഞ്ഞെന്ന് പറഞ്ഞാല് ഫെയർ ബാലൻസ്ഡ് മ്യൂച്വലി ബെനിഫിഷ്യൽ ട്രേഡ് ഡീൽ കൊണ്ടുവരാം എന്നാണ് അവർ പറയുന്നത്. ഫെയർ ബാലൻസ്ഡ്, മനസ്സിലായോ? രണ്ടുപേർക്കും ഗുണകരമാവുന്ന രീതിയിൽ ഒരു മ്യൂച്വലി എഗ്രി ചെയ്യുന്ന ഒരു ട്രേഡ് ഡീൽ കൊണ്ടുവരാമെന്നാണ് പറയുന്നത്. ഇതിനെയാണല്ലോ നമ്മൾ ബൈലേറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി സംസാരിച്ചത്. ട്രംപ് ആണല്ലോ ഇതിൽ താല്പര്യമില്ലാണ്ട് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് താരിഫ് നെക്സ്റ്റ് ഡേ തന്നെ ഇമ്പോസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഞാൻ വലിയ ആളാന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. ഇതിനിടയ്ക്ക് എന്താണ് ഇപ്പോൾ നമ്മൾ വീണ്ടും മ്യൂച്വലി ബെനിഫിറ്റഡ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ത്യൻ റെപ്രസെന്റേറ്റീവ് പോയിട്ട് 1 മാസത്തോളം അമേരിക്കയിൽ നിന്ന് ചർച്ച നടത്തി ബൈലേറ്ററൽ എഗ്രിമെന്റിൽ പല പ്രോഡക്റ്റുകൾക്കും നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് വിലയിരുത്തിയത്. അതിനെല്ലാം ഒരു വിലയും കൊടുക്കാത്ത രീതിയിലുള്ള പെരുമാറ്റമാണ് അമേരിക്ക നടത്തിയത്. അപ്പൊ ഇത് തന്നെ ട്രേഡ് അഡ്വൈസർ പീറ്റർ നവേറോ പറയുന്നത് വെച്ചാൽ ഓയിൽ മാത്രമല്ല, അതായത് ക്രൂഡ് മാത്രമല്ല, LNGയും ഞങ്ങൾ സപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. LNG അതായത് അവർ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഒരു ഫുൾ പാക്ട് ആയിട്ട്, അതായത് നിങ്ങൾ അഗ്രികൾച്ചർ മേഖലയിൽ ഞങ്ങൾക്ക് ഓപ്പണിംഗ് തരുന്നില്ല, എന്നാൽ പിന്നെ നിങ്ങൾ ഓയിൽ ഇൻഡസ്ട്രിയിൽ ഞങ്ങളെ കടത്തിവിടൂ എന്നാണ് പറയുന്നവര്. അത് ബാക്ക് ടു ബാക്ക് അവർക്ക് ബിസിനസ് നടക്കണം. ഇതാണ് ഇൻസൈറ്റ്സ് മലയാളത്തിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ, ട്രാൻസാക്ഷണൽ പ്രസിഡന്റിൽ അവർ കൃത്യമായിട്ട് ഇതാണ് അവർ പറയുന്നത്. ശരിക്കും ഈ ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് ഞാൻ പറയാനുള്ള കാര്യം ഇതാണ്, അതിന്റെ വ്യക്തമായ കാരണം. പുള്ളിക്ക് വ്യാപാരത്തിൽ കവിഞ്ഞുള്ള ബന്ധങ്ങളൊന്നും വേണ്ട എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. അതുകൊണ്ടാണ് ട്രാൻസാക്ഷണൽ പ്രസിഡന്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് എന്തെങ്കിലും വ്യാപാരം നടക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടുക്കണം. അതായത് അവർക്ക് തൃപ്തിയാകുന്ന രീതിയിൽ, ഓക്കെ, റീസണബിളി ഇന്ത്യ എന്തോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണം. അങ്ങനെ കൺവിൻസ് ആയാൽ മാത്രമാണ് ഈ താരിഫിൽ ഒരു നെഗോഷിയേഷൻ ഉണ്ടാവുക. എന്നാലും 0% ഉണ്ടാവത്തില്ല, പക്ഷെ നമ്മൾ ചോദിക്കുന്ന രീതിയിൽ ഒരു 15% ആവറേജ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇത് ഉടനെ വരത്തില്ല. ഇപ്പോഴും ഹൈ പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള മോഡിലാണ് പോകുന്നത്. പക്ഷെ എന്നാലും അവർ ബാക്ക് ഡോർ വഴി ഇങ്ങനെ നെഗോഷിയേഷൻ ചെയ്യുന്നുണ്ട്. ഈ ബാക്ക് ഡോർ വഴി ഇങ്ങനത്തെ ഒരു നെഗോഷിയേഷൻ ഒക്കെ നടക്കുന്നു എന്നുള്ളതും, ഇന്ന വ്യക്തികളാണ് ഇന്ത്യൻ അംബാസിഡറുമായിട്ട് അമേരിക്കയിൽ ചർച്ച നടത്തുന്നത് എന്നുള്ളതൊന്നും നമ്മുടെ മെയിൻ സ്ട്രീമിലൊന്നും എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ബാക്ക് ഡോർ ഡിപ്ലോമസി നടക്കുന്നു എന്നുള്ളത് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ഞാനിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഈ ഒരു വാർത്ത തന്നെ ആവർത്തിച്ച് നിങ്ങളെ അറിയിക്കുന്നത്. അത് നമ്മളുടെ 2 ചാനലും കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നിക്കി ഹാലെ ഇവര് എക്സ് അംബാസഡറാണ് US-ന്റെ. ഇവർ ഇന്ത്യയെ ഡിഫെൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നുണ്ട്. ഇവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ആ ഒരു പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആണെന്നാണ് നിക്കി ഹാലെ പറഞ്ഞു വെക്കുന്നത്. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പിൽ പ്രവർത്തിക്കുന്ന, അതേസമയം ക്യാപിറ്റലിസത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും ഉള്ളിൽ കടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചൈനയെ വളരെയധികം സൂക്ഷിക്കണം. പക്ഷേ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് നേഷനാണ്. ആ രാജ്യം
ഇങ്ങനെ ചൈനയോട് പോയി അടുക്കാൻ അമേരിക്കയുടെ പ്രവൃത്തികൾ കാരണമാകുന്നു എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് അമേരിക്കയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവർ ഡെയിലി 1-2 സ്റ്റേറ്റ്മെന്റുകൾ ഇങ്ങനെ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നിക്കി ഹാലെയുടെ കഴിഞ്ഞ ഒരു 1.5 ആഴ്ചത്തെ ഒരു ടോക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർ തുടരെ ഇന്ത്യയെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു പോളിസിയാണ് ഇവർ കീപ്പ് ചെയ്യുന്നത്. ഇവർക്ക് ഇതിലുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കൻ ഇൻട്രസ്റ്റ് ആണ്. അതായത് ട്രംപിന്റെ ഗവൺമെന്റ് അനുവദിച്ചാൽ നിക്കി ഹാലെ ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഇടയിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണെന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതാണ് ഇവരുടെ ഒരു മോട്ടീവ്. അപ്പൊ എന്തായാലും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.